ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം അമേരിക്കയുടെ നിയന്ത്രണത്തിലും അല്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിലാണ് എന്നുള്ളൊരു വൻ വെളിപ്പെടുത്തൽ CIA ഒരു മുൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുകയുണ്ടായി. അതായത് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ആണവായുധ സംവിധാനങ്ങൾ US-ന്റെ കൺട്രോളിലാണ്. അപ്പോൾ അത് CIA വിസിൽ ബ്ലോവറാണ്. വിസിൽ ബ്ലോവർ എന്നാൽ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നുണ്ട് ആ സ്ഥാപനത്തിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് ലീക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വിളിച്ചു പറയുന്നതൊക്കെ ആരാണ് വിസിൽ ബ്ലോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അവരുടെ നൂർഖാൻ എന്ന് പറയുന്ന ഒരു എയർബേസ് ഉണ്ടായിരുന്നില്ല. ആ എയർബേസിൽ നമ്മൾ പിന്നെ മിസൈൽ ആക്രമണം നടത്തുക, ബ്രഹ്മോസ് മിസൈൽ കൊണ്ട് ആക്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായിട്ടുള്ള ഈ പറഞ്ഞ ന്യൂക്ലിയർ ആയുധവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. വാജ്പേയിയുടെ സമയത്ത് നമ്മൾ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ അതിന് തൊട്ട് പിന്നാലെ തന്നെ പാകിസ്ഥാൻ ഒന്ന് ആണവ പരീക്ഷണം നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും മുകളിൽ അന്ന് ബിൽ ക്ലിൻ്റൺ ആയിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്, സാങ്ഷൻസ് ഏർപ്പെടുത്തുകയോ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ആ ഒരു സമയത്താണ് പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പേ പാകിസ്ഥാൻ ന്യൂക്ലിയർ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. കാരണം അബ്ദുൾ ഏഹ്, എന്താണ് അവരുടെ ന്യൂക്ലിയർ പിതാവിൻ്റെ പേരെന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഖാദർ ഖാൻ, അബ്ദുൾ ഖാൻ എന്നോ അങ്ങനെയാണ് പറഞ്ഞ അവരുടെ ന്യൂക്ലിയർ ഫിസിസിസ്റ്റ്. ലോകത്ത് നെതർലാൻഡ്സിൽ നിന്ന് ന്യൂക്ലിയർ ടെക്നോളജിയൊക്കെ സ്റ്റീൽ ചെയ്യുകയും പാകിസ്ഥാനിൽ ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാം ആരംഭിക്കുകയും പിന്നീട് അമേരിക്കയും ചൈനയൊക്കെ തന്നെ അവർക്ക് സപ്പോർട്ട് കൊടുത്ത് പാകിസ്ഥാനെ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റാക്കി മാറ്റി എന്നുള്ളൊരു ചരിത്രമുണ്ട്. അപ്പം ആ ഒരു ചരിത്രം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അത് സത്യമായി നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന, ഇപ്പോഴല്ല നമുക്ക് നേരത്തെ അതിനെക്കുറിച്ച് കാര്യമായ സംശയം ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് ഇത്രയും പ്രശ്നബാധിത രാജ്യമായ പാകിസ്ഥാന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിട്ടും അമേരിക്കയും ഇസ്രായേലും ഒന്നും ശരിയായ ഒരു നടപടി എടുക്കുന്നില്ല. ഇപ്പോൾ അവർ ഇറാന്റെ കാര്യത്തിലും അല്ലെങ്കിൽ പണ്ട് ഇറാഖിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള റിയാക്ഷൻസ് അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്ക നിയന്ത്രിക്കുന്ന ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായപ്പോഴും ഒരു മുസ്ലിം രാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ കയ്യിൽ അണുവായുധം ഉള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസ്ഥ എന്തുകൊണ്ട് അത്ര നിസ്സാരവൽക്കരിക്കുന്നു അല്ലെങ്കിൽ ലളിതവൽക്കരിക്കുന്നു എന്നൊക്കെയുള്ള നമുക്ക് ഏഹ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് ആ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പാകിസ്ഥാന്റെ അണുവായുധ ശേഖരം, അണുവായുധ സംവിധാനങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു CIA ഒരു മുൻ ഒഫീഷ്യൽ ഒരു ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനകത്തിൽ ക്രെഡിബിൾ ആയിട്ടുള്ള ചില ഇൻഫർമേഷൻ ഉണ്ട്. ജോൺ കിരിയാക്കോ എന്ന് പറയുന്ന വ്യക്തിയാണ് പാകിസ്ഥാനെ ശരിക്കും പറഞ്ഞാൽ നാണക്കേട് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞത്. എന്ത് നാണക്കേട് ഉണ്ടാക്കാനാണ്? കാരണം അവർ മൊത്തം നാണം കെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലേ ഇനിയും ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അവരെ എന്തുമാത്രം നാണപ്പെടുത്താനാണ് ശരിക്കും പറഞ്ഞാൽ. അത് ലോകത്തിലുള്ള ഒട്ടുമിക്ക ഇല്ല ജിയോ പൊളിറ്റിക്സ് അറിയാവുന്ന ആൾക്കാർക്കെല്ലാം അത് സംശയമുള്ളൊരു കാര്യമായിരുന്നു. അത് അറിയാവുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ സംവിധാനങ്ങൾക്കൊക്കെ അത് ചിലപ്പം അറിയാമായിരിക്കും. ഇന്റലിജൻസിനും നമ്മുടെ മിലിറ്ററിക്കും ഒക്കെ തന്നെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മളവരുടെ നൂർഖാൻ എയർബേസിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് വെറുതെ ഒന്നും ആയിരിക്കത്തില്ല. എന്തെങ്കിലും ഈ ഒരു കാരണം അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ത്യ നൂർഖാൻ എന്ന് പറഞ്ഞ അവരുടെ എയർബേസിനെ ആക്രമിച്ചൊക്കെ തന്നെ. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയോടുള്ള നിലപാടിലുള്ള മാറ്റത്തിന് ഇത് വലിയൊരു കാരണമാകും എന്നുള്ള അവകാശവാദം അദ്ദേഹം പറയുന്നുണ്ട്. അത് എത്രത്തോളം നമുക്ക് ശരിയാവും നമുക്കറിയത്തില്ല. പക്ഷേ ലോകത്തിന് ഇപ്പോൾ അത് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ, കാരണം അങ്ങനെ ഒരു രാജ്യവും കൊടുക്കത്തില്ലല്ലോ എന്തായാലും. ഇപ്പം ചൈനയുടെ ആയാലും ഇന്ത്യയുടെ ആയാലും ആ, റഷ്യയുടെ ആയാലും ഫ്രാൻസിന്റെ ആയാലും ഒക്കെ തന്നെ അണുവ അണുവായുധങ്ങളുള്ള രാജ്യങ്ങൾ പിന്നെ തീർച്ചയായിട്ടും അവരുടെ ഭരണ സംവിധാനങ്ങൾ തന്നെ വളരെ ടോപ്പ് സീക്രട്ടായിട്ടായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ലത്. അപ്പം ഈ പറഞ്ഞ ന്യൂക്ലിയർ
അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സംവിധാന സ്ഥിതി ചെയ്യുന്നതിനെ അടുത്ത് തന്നെയായിരുന്നു നൂർഖാൻ എന്ന് പറയുന്ന ആ ഒരു എയർബേസ്. അവിടെ ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാന് അത് വളരെ എന്താണ് പറയുന്നത്, ശരിക്കും അവർക്ക് ഭയവും ആശങ്കയും നൽകിയ ഒരു കാര്യമായിരുന്നു അത്. ഇത് ഈ പറഞ്ഞ വെളിപ്പെടുത്തൽ പാകിസ്ഥാനിൽ നേരത്തെ തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിലൊക്കെ തന്നെ പങ്കെടുത്ത ഒരു CIA സ്പൈ ഏജന്റ് ആയിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ പണ്ട് അദ്ദേഹം നടത്തിയ 30 മാസം അദ്ദേഹത്തെ ഈ ഇൻഫർമേഷൻ ലീക്ക് ഔട്ട് ചെയ്തതിന് അദ്ദേഹത്തെ പിടിച്ച് ജയിലിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസനീയമാകാം എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുള്ള നിലപാട് മാറുകയോ ഇല്ലെന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ എന്താണ് സംശയിക്കേണ്ട അല്ലെങ്കിൽ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം പാകിസ്ഥാൻ്റെ നിലപാട് ഇന്ത്യയോടുള്ള നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇനിയും കൂടുതൽ ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഇന്ത്യയെ ചൊറിയാനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ ഈ പറഞ്ഞ എന്താണ് പറയുന്നത് ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ കൂടെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന തടസ്സം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ തന്നെ ആയിരിക്കും പാകിസ്ഥാൻ തീരുമാനം. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൽ നേരിട്ട് ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള തിരിച്ചടിയും നാണക്കേടും എല്ലാം തന്നെ പാകിസ്ഥാനെ തീർച്ചയായിട്ടും ഭാവിയിൽ ഇതല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള വ്യാപകമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അക്രമങ്ങളോ ഒക്കെ തന്നെ ഇന്ത്യയിൽ അയച്ചുവിടാൻ അവരൊട്ടും മടിക്കത്തില്ല. അവരതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇന്ത്യയെ വളരെ കോഷ്യസ് ആയിട്ടാണ് ഇപ്പോൾ, കാരണം അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ഉടനെ തന്നെ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ അവർ വളരെ അധികം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും വിദൂര ഭാവിയിൽ അല്ലെങ്കിൽ വിദൂര ഭാവിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, വളരെ സമീപ ഭാവിയിൽ തന്നെ ഒരു ഷോർട്ട് ടു മീഡിയം ടൈമിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിനേക്കാളിലും കൂടുതൽ ശക്തവും വ്യാപകമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകാനുള്ള സാധ്യത, പ്രകോപനം അവരുടെ ഭാഗത്തു നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനൊരു കാര്യത്തിലേക്കാണ് പാകിസ്ഥാൻ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവർ വളരെ ശക്തമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ വളരെയധികം ജാഗ്രത അവരിപ്പോൾ കാണിക്കുന്നുണ്ട്. ചൈനയിൽ നിന്നായാലും ടർക്കിയിൽ നിന്നായാലും അസർബൈജാനിൽ നിന്നൊക്കെ അവർ ഇപ്പോൾ വൻതോതിലുള്ള സഹായങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. $1 ബില്യൺ സഹായമാണ് അസർബൈജാനിൽ ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അവരുടെ മിലിറ്ററിയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ മിലിറ്ററി പവർ ബൂസ്റ്റ് ചെയ്യാനും മാത്രമേ അവർ ഇത് വിനിയോഗിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ പാകിസ്ഥാൻ ഒരു മിലിറ്ററി സ്റ്റേറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി സ്റ്റേറ്റ് ആയിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് ലീഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ പാകിസ്ഥാനെ പ്രോക്സിയായിട്ട് ഉപയോഗിക്കുന്ന ചൈനയായാലും ശരി അമേരിക്ക ആയാലും അവരുടെ എല്ലാം ലക്ഷ്യങ്ങൾ അതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡെമോക്രാറ്റിക്കലി റൺ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തരത്തിലുള്ള ഒരു സംവിധാനം, അതിന് നേതൃത്വം കൊടുക്കുന്നൊരു ജനാധിപത്യ സംവിധാനം അവിടെ ഉണ്ടാകരുതെന്നുള്ളത് ഈ രാജ്യങ്ങളുടെ ലക്ഷ്യമാണ്. കാരണം പാകിസ്ഥാനെ ഈ പ്രോക്സി വാറിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അവരുടെ മിലിറ്ററി ഇൻ്റലിജൻസ് സെക്യൂരിറ്റി സിസ്റ്റത്തെ ബീഫപ്പ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ചൈനയുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഒക്കെ തന്നെ താല്പര്യമാണ്, അവരുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഏതെങ്കിലുമൊക്കെ വഴിയിൽ കൂടെ കൂടുതൽ ആയുധവൽക്കരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് തുടങ്ങിക്കഴിഞ്ഞു ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇനി ഇതുപോലുള്ള പ്രകോപനങ്ങൾ പ്രതീക്ഷിക്കാം. മീഡിയം ടു ഷോർട്ട് മീഡിയം ടൈമിൽ, വിദൂര ഭാവിയിലല്ല സമീപ ഭാവിയിൽ തന്നെ നമുക്കത് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ ആദ്യമായിട്ടല്ല. മേഖലയിൽ കൂടുതൽ ശാശ്വതമായിട്ടുള്ള സമാധാനം കൊണ്ടുവരാൻ അമേരിക്കൻ ഇടപെടൽ കാരണമായേക്കും. അത് നമുക്കറിയില്ല. കാരണം പാകിസ്ഥാനെ അവരുടെ പ്രോക്സിയായിട്ട് ഉപയോഗിക്കാനാണ് അമേരിക്കയ്ക്കും താല്പര്യം. ഇപ്പോഴും പാകിസ്ഥാൻ അമേരിക്കയുടെയും പ്രോക്സിയാണ്, ചൈനയുടെയും പ്രോക്സിയാണ്. ഈ പ്രോക്സി വാർ അവരെ ഏറ്റവും കൂടുതൽ
അഴിച്ചുവിടുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യക്കെതിരെയാണെന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പണ്ട് മുതലേ പാകിസ്ഥാൻ ആണവായുധങ്ങൾ അവർ ഉണ്ടാക്കി അല്ലെങ്കിൽ അവർക്ക് ആണവായുധങ്ങൾ ഉണ്ട് എന്ന് ലോകം അറിഞ്ഞ ആ ഒരു സമയം മുതൽ പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധ ശേഖരം, ആണവായുധങ്ങൾ സുരക്ഷിതമല്ല എന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പലപ്പോഴായിട്ട് പല ലോക വേൾഡ് പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ്. കാരണം തീവ്രവാദികളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന, ഉണ്ടാക്കുന്ന തീവ്രവാദികളുടെ ഗ്ലോബൽ ഹബ്ബായിട്ടുള്ള പാകിസ്ഥാന്റെ ഭരണ സംവിധാനങ്ങളിൽ തീവ്രവാദികൾക്കുള്ള വൻതോതിലുള്ള സ്വാധീനം, നിയന്ത്രണം ഒക്കെ തന്നെ പാകിസ്ഥാനിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉള്ളത് ലോകത്തിനും ഇന്ത്യക്കും ഒന്നും തന്നെ സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യമല്ലെന്ന് ഇന്ത്യ വർഷങ്ങളായിട്ട് തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊന്നും അതിനെ മൈൻഡ് പോലും ചെയ്യാറില്ല. പണ്ട് ഇസ്രായേൽ നമുക്കൊരു അവസരം നമുക്ക് നൽകിയതാണ്. കാരണം നമ്മൾ റെഡി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ആണവായുധ ശേഖരം, റിയാക്ടേഴ്സ്, പ്രോജക്ട്സ് ഒക്കെ തന്നെ ബോംബിട്ട് നശിപ്പിക്കുവാൻ, എയർ സ്ട്രൈക്ക് കൂടെ ബോംബിട്ട് നശിപ്പിക്കുവാൻ ഇസ്രായേൽ തയ്യാറാണ്. പക്ഷേ അന്ന് ഇന്ത്യ അതിനുള്ള ഗ്രീൻ സിഗ്നൽ കൊടുത്തില്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്തിൽ പറയുകയും സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഈ പറഞ്ഞ ജോൺ കിരിയാക്കോ എന്ന് പറയുന്ന മുൻകാല സിഐയുടെ ഏജന്റ് നേരത്തെയും ചില വെളിപ്പെടുത്തലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അൽ ഖ്വയ്ദ തീവ്രവാദികളിൽ ഈ വാട്ടർ ബോർഡിംഗ് ശിക്ഷാരീതികൾ US സൈനിക നടപ്പാക്കിയതായിട്ട് ഇയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് 2012 ഒരു ന്യൂസ് റിപ്പോർട്ടറൊക്കെ, പത്രപ്രവർത്തകന് ഈ ഒരു ഇൻഫർമേഷൻ ലീക്ക്, അത് അഫ്ഗാനിസ്ഥാനിലൊക്കെ അമേരിക്ക ഇൻവേഡ് ചെയ്തിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം പത്രപ്രവർത്തകർക്ക് ഈ ഇൻഫർമേഷൻ, കാരണം അന്ന് ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു അത്, അമേരിക്കൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് രഹസ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പോൾ അതിനെ ലീക്ക് ഔട്ട് ചെയ്ത് കൊടുത്തതിന് അദ്ദേഹത്തിന് ഏകദേശം 2 വർഷം അല്ല ഏകദേശം 30 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഓപ്പറേഷൻ സിന്ധു സമയത്ത് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാനിലേക്ക് വിക്ഷേപിക്കുകയും ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാണല്ലോ നമ്മൾ ആക്രമണങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞിരുന്നത് ഈ ബ്രഹ്മോസ് മിസൈലിൽ ഇന്ത്യ ആണവ പോർമുന ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള സംശയം, ആശങ്ക അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവായിട്ടുള്ള റാണ സനാവുള്ള കഴിഞ്ഞ ദിവസം ഇത് തുറന്നു പറയുകയും ചെയ്തു. അപ്പോൾ ഇക്കാര്യം നിർണ്ണയിക്കാൻ അവർക്ക് 30-45 സെക്കൻഡുകൾ മാത്രമാണ് ലഭിച്ചതെന്ന് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ ആണവായുധമാണ് തങ്ങൾക്ക് നേരെ തൊടുത്തതെന്ന് കരുതി അതേ രീതിയിൽ കരുതലാണ്, ആ ഒരു എസ്റ്റിമേഷനുണ്ട്. അവർ അവർ അവരങ്ങനെ പല കള്ളങ്ങളും പറയും. നമുക്കറിയാം പാകിസ്ഥാൻ പറയുന്ന കള്ളങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ രീതിയിലുള്ള കള്ളങ്ങൾ അവർ പറയും. ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് അവരിത് പറയുന്നതായിരിക്കും. ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ആണവായുധങ്ങൾ ഘടിപ്പിച്ചിട്ട് പാകിസ്ഥാനിൽ ആക്രമണം നടത്തി അല്ലെങ്കിൽ സ്ട്രൈക്ക് നടത്തിയെന്ന് ലോകത്തോട് ഈ കള്ളം വിളിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ ആയുധം പ്രയോഗിക്കാൻ ഉള്ള തന്ത്രം കൂടെ ആയിരിക്കും അവർ പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത്. കാരണം അവരെ നമുക്ക് ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ പറയുന്ന ഒരു രീതിയും ഒരു കാര്യങ്ങളും സത്യമായിരിക്കത്തില്ല. എല്ലാം പിന്നെ കള്ളങ്ങളായിരിക്കും, പ്രൊപ്പഗണ്ടയായിരിക്കും. ഈ എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കറിയാം പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന രീതികൾ വളരെ പിന്നെ എന്താണ് പറയുന്നത്, വളരെ വിക്കഡാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. കാരണം നമ്മളുടെ എത്രയോ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഷൂട്ട് ഡൗൺ ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ അവർ അവകാശവാദം ഉന്നയിച്ചു. പക്ഷെ അതൊന്നും ശരിയല്ലായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് നമുക്ക് തെളിയുകയുണ്ടായി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പാകിസ്ഥാൻ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വളരെ സംശയാസ്പദമായിട്ട് മാത്രമേ അതിനെ നമുക്ക് വിലയിരുത്തേണ്ടി വരത്തുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ആണവായുധങ്ങൾ ഘടിപ്പിച്ച് അവിടെ ആക്രമണം, ഇന്ത്യ സ്ട്രൈക്ക് നടത്തി എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ അങ്ങനെ കരുതി പാകിസ്ഥാൻ തിരിച്ച് ആണവായുധങ്ങൾ ഇന്ത്യയുടെ മേൽ ഉപയോഗിച്ചതെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി. ഭാഗ്യവശാൽ ഇത്തരം കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല എന്നൊക്കെയാണ് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ടുള്ള അഡ്വൈസറായിട്ടുള്ള റാണ സനാവുള്ള ഒരു മീഡിയ പ്രസ് മീറ്റിങ്ങിൽ അല്ലെങ്കിൽ മീഡിയയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ടല്ല. അപ്പോൾ ഈ നൂർഖാൻ എന്ന് പറഞ്ഞ വ്യോമത്താവളത്തിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ അവർക്ക് വളരെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പിന്നീട് നമുക്ക് ഇപ്പോഴും അത്
കാരണം അന്നേരമൊന്നും അവർ സമ്മതിക്കത്തില്ല, നമുക്കതിൻ്റെ വ്യാപ്തി ഒന്നും അറിയത്തില്ലായിരുന്നു, അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ സാറ്റലൈറ്റ് ഇമേജുകളും അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള തെളിവുകളും ഒക്കെ തന്നെ പുറത്തു വരുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നൂർക്കൻ എയർബേസ് പിന്നെ വളരെ വ്യാപകമായിട്ടുള്ള വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ പിന്നെ ആ പറഞ്ഞ എയർബേസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഹാങ്ങേഴ്സ്, റൺഅവേസ്, റഡാർ സൈറ്റ്സ്, ഇതെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നാശം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സത്യം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ ബേസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബേസാണ് നൂർക്കാൻ എയർബേസ് എന്നത്. അത് അവരുടെ സെൻട്രൽ ട്രാൻസ്പോർട്ട് ഹബ്ബായിട്ടാണ് ഈ നൂർക്കാൻ പായ്സൻ്റെ എയർഫോഴ്സ് ബേസ് അവർ ഉപയോഗിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഈ എയർ റീഫ്യൂവലിംഗ്, അവരുടെ 10ാമത്തെ സ്ക്വാഡ്രൻ്റെ എയർ റീഫ്യൂവലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹബ്ബാണ്. അപ്പോൾ അതവരുടെ ഏകദേശം ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അവരുടെ പായ്സയുടെ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ എന്ന് പറയും, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അതായത് ഏകദേശം 170 പര അവരുടെ ഉള്ള ന്യൂക്ലിയർ വാർഹെഡ്സിൻ്റെ എല്ലാ ഒരു സംവിധാനങ്ങൾ അടങ്ങുന്ന വലിയൊരു ആ സംവിധാനത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈ നൂർക്കൻ എയർബേസിൽ നിന്നും വളരെ കുറച്ച് മൈലുകൾ മാത്രം ദൂരെയായിരുന്നു എന്നുമാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് സത്യമായിരിക്കാം. കാരണം നേരത്തെ അദ്ദേഹം ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ നൽകിയപ്പോൾ അദ്ദേഹം അന്ന് ഒരുപക്ഷെ CIA-യിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ പിടിച്ച്, കാരണം അങ്ങനെ ഇല്ലേ, ഇപ്പം നമ്മളുടെ ആയാലും ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിക്ക് ഗവൺമെൻറ്റിൻ്റെ രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തു പറയാൻ സാധിക്കത്തില്ലല്ലോ. പ്രത്യേകിച്ച് മിലിറ്ററി ഇൻ്റലിജൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള സീക്രട്സ് ഒന്നും തന്നെ അവർ അവർ ജോലിയിലിരിക്കുമ്പോൾ അവർക്ക് വെളിപ്പെടുത്താൻ സാധിക്കത്തില്ല. അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ പിന്നെ അത് കുറ്റകൃത്യമാണ്, അവർക്ക് ജയിലിൽ പോകേണ്ടി വരും. ഈ വ്യക്തി അങ്ങനെ 10-30 മാസത്തോളം ഏകദേശം ജയിൽ വാസം അനുഭവിച്ചിരുന്നു, അല്ലെങ്കിൽ ജയിലിൽ കഴിഞ്ഞിരുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 30 മാസം പ്രസണൽ, അതായത് ജയിലിൽ അടച്ചു. കാരണം ഈ 2012 അദ്ദേഹം വെളിപ്പെടുത്തിയ ഈ അൽഖ്വയ്ദ പ്രിസണേഴ്സിനെ എങ്ങനെയാണ് വാട്ടർ ബോഡി ഒക്കെ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജയിലിൽ അടച്ചിട്ടുള്ള അൽഖ്വയ്ദ തീവ്രവാദികളെ അവർ ജയിലിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അദ്ദേഹം ഒരു പത്രപ്രവർത്തകന്, ഒരു ന്യൂസ് റിപ്പോർട്ടർക്ക് ചോർത്തി കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് ജയിലിൽ കഴിയുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട, ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ്. ഇന്ത്യയെ മാത്രമല്ല ചൈനയെ സംബന്ധിച്ചും. കാരണം ചൈനയുടെ തൊട്ടടുത്ത് അമേരിക്ക, പാകിസ്ഥാനും ചൈനയും തമ്മിൽ എപ്പോഴും അവരുടെ നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ, പല തരത്തിലുള്ള നേതാക്കൾ കാണുമ്പോൾ പറയുന്ന ഈ പാകിസ്ഥാനും ചൈനയും തമ്മിൽ ഓൾ വെതർ ഫ്രണ്ട്, കാരണം എന്തു തന്നെ സംഭവിച്ചാലും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദത്തിൽ യാതൊരു കുറവും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറയുന്ന ചൈനയ്ക്ക് പോലും വലിയൊരു ത്രട്ടാണ് ഈ പാകിസ്ഥാനിലെ മൊത്തം ആണവായുധങ്ങളും അമേരിക്ക നിയന്ത്രിക്കുക എന്നുള്ളത്. റഷ്യക്കും ത്രട്ടാണ് തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യ, ചൈന, റഷ്യ, ഈ 3 രാജ്യങ്ങളെയും ഇറാൻ, ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ തന്നെ എന്താണ് പറയുന്നത്, ജിയോ പൊളിറ്റിക്കലി നമ്മളെ വരുതിയിൽ നിർത്താൻ വേണ്ടി തന്നെയാണ് പാകിസ്ഥാൻ്റെ അണുവായുധ സംവിധാനങ്ങൾ അമേരിക്കൻ കൈകളിൽ ഭദ്രമായിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഭദ്രം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഭദ്രമായിട്ട് അവർ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? നമുക്ക് സംശയമില്ല, ചൈനയ്ക്കും സംശയമില്ല, റഷ്യയ്ക്കും സംശയമില്ല. അപ്പോൾ ഈ നൂർഖാൻ എയർബേസ് നമ്മൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടത്തിയ മിലിറ്ററി എയർ സ്ട്രൈക്ക് അല്ലെങ്കിൽ എയർ അറ്റാക്ക് തീർച്ചയായിട്ടും കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു സ്ഥിരീകരണത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. എന്തൊക്കെയായാലും അവരുടെ ആ നൂർഖാൻ എയർബേസിൽ വളരെ വ്യാപകമായിട്ടുള്ള വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ മാത്രമല്ല, നമ്മൾ എവിടെല്ലാം അറ്റാക്ക് നടത്തി അവിടെല്ലാം കാര്യമായിട്ടുള്ള ഡാമേജ് പാകിസ്ഥാന് ഉണ്ടായിട്ടുണ്ട്, അവരുടെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിലെല്ലാം തന്നെ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ പിന്നെ അറിയാൻ കഴിയുന്നുണ്ട് നമുക്ക്. അപ്പോൾ പാകിസ്ഥാൻ എന്തുവരെ നമുക്കറിയാം, ഒരിക്കലും അവർ ഇന്ത്യക്കെതിരെയുള്ള സമീപനത്തിൽ യാതൊരു മയവും വരുത്താനുള്ള സാധ്യതയില്ല. ഇനിയും അധികം വൈകാതെ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് പ്രൊവോക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യയും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി നമ്മളുടെ
മിലിറ്ററി ഡോക്ട്രിൻ, ആ ഒരു തത്വമൊക്കെ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. കാരണം നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ഗവൺമെൻറ്റൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇന്ത്യക്കെതിരെയുള്ള ഏത് തരത്തിലുള്ള അറ്റാക്കും ഒരു യുദ്ധമായിട്ട് ഇന്ത്യ കരുതുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ഉള്ളിൽ ആ, ഏത് സ്ഥലത്തും ഇന്ത്യ ശക്തമായിട്ടുള്ള തിരിച്ചടിയും ഈ പറഞ്ഞ കൗണ്ടർ അറ്റാക്ക് എന്ന് പറയാൻ പറ്റില്ല, ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുവാനുള്ള റൈറ്റ് ഇന്ത്യക്കുണ്ട് എന്ന് ഇന്ത്യ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരു പ്രൊവോക്കേഷൻ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന ഗവൺമെൻറ് നിലനിൽക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ആ, മറ്റൊരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സമീപനം എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഭരണ സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊവോക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള മിലിറ്ററി റിട്ടാലിയേഷൻ അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടാക്കി വെച്ചതിനേക്കാൾ കൂടുതൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഇന്ത്യക്ക് നടത്തുവാനുള്ള അവകാശമുണ്ട് എന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ലോക രാജ്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ശക്തമായിട്ട് അവർ ആയുധം വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും തീർച്ചയായിട്ടും വളരെ കോഷ്യസാണ്. ഇന്ത്യയും അതിനകത്തിൽ നമുക്ക് വേണ്ട പിന്നെ എന്താണ് സന്നാഹങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പം യുദ്ധം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഒരുപക്ഷെ, കാരണം നമുക്ക് പാകിസ്ഥാൻ്റെ ബിഹേവിയറിനെ കുറിച്ച് നമുക്കത്ര വിശ്വാസമൊന്നുമില്ല. കാരണം മറ്റേതെങ്കിലും രാജ്യമാണ് നമുക്ക് ചർച്ചയിൽ കൂടെ സമാധാനങ്ങൾ ഉണ്ടാക്കാമായിരുന്നു, ഏതെങ്കിലും കരാറുകളിൽ കൂടെ സമാധാനം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ പാകിസ്ഥാന് ഇന്ത്യയുള്ള നിലപാടിനകത്തിൽ എന്തൊക്കെ സമാധാന ചർച്ചകൾ നടത്തിയാലും കരാറുകൾ ഉണ്ടാക്കിയാലും അവരുടെ സമീപനത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. അവർ ഇന്ത്യ ചൊറിഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് യാതൊരു സംശയമില്ല എന്നുള്ളത് ഇത്രയും നാളത്തെ നമ്മളുടെ അനുഭവത്തിൽ നിന്നും തെളിവുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, ഒരു റിവീലിംഗ് ആയിട്ടുള്ള ഇൻഫോയാണ്, ഒരു വെളിവാക്കലാണ്, വെളിപ്പെടുത്തലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ ജാഗ്രത പുലർത്താൻ, ഇന്ത്യക്ക് മാത്രമല്ല, ഞാൻ പറഞ്ഞത് ചൈനയ്ക്കും ഒരു, ഇന്ത്യക്ക് എത്രമാത്രം ഇതൊരു ത്രെട്ടാണോ അതിനേക്കാളും ത്രെട്ടാണ് ചൈനയെ സംബന്ധിച്ച്. കാരണം പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പൺ സിസ്റ്റം മൊത്തം അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ചൈനയ്ക്കെതിരെയുള്ള ഒരു, എന്താണ് പറയുന്നത്, ഒരു നിലപാട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ. ഈ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മൾ പൊതുവെ കണക്കിലെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അത് ഈ രാജ്യങ്ങളെ കൂടെ പരിധിയിൽ നിർത്താൻ വേണ്ടി ആയിരിക്കാം എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമ്മൾ ഇവിടെ എത്തുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. സമാനമായിട്ടുള്ള ടോപ്പിക്കുകളും മറ്റു വീഡിയോകളും നമുക്ക് സംസാരിക്കാം, ചർച്ച ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണുന്നവരെ ഹാവ് എ വണ്ടർഫുൾ ഡേ.